എൻ്റെ പേര് മേരി ഡിസൂസ. ഞാൻ എൻ്റെ മകന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ മകന് അടിവയറ്റിന് കടുത്ത വയറുവേദനയും അസ്വസ്ഥതയും തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, മോനെ വെള്ളമൊക്കെ കുടിക്ക്, ഇത്തിരി മേലൊക്കെ കഴുകാൻ പറഞ്ഞു. അപ്പം അന്നത്തെ ദിവസം വലിയ കുഴപ്പമില്ലാതെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞാൻ അച്ഛൻ്റെ നമ്മുടെ പ്രശാന്തച്ഛൻ്റെ അടുത്ത് പറഞ്ഞ്, തിങ്കളാഴ്ചയായിരുന്നു, വന്ന് അച്ഛനോട് പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന്. അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അത് അവന് പിന്നെ ഞാൻ അന്ന് വൈകിട്ട് പള്ളിയിൽ ഇവിടെ വന്ന സമയത്ത് അവന് വീണ്ടും വേദനയുണ്ടായി. അപ്പോൾ ആരും ഇല്ലായിരുന്നു. അവൻ്റെ കൂട്ടുകാരായിരുന്നു അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയതും. അപ്പം വണ്ടാനത്തിൽ എന്നൊക്കെ പറഞ്ഞ് അവിടെ ആ സമയത്ത് ഡോക്ടറില്ല, പിന്നെ നാളെ വരാൻ. അപ്പോൾ അവൻ പറഞ്ഞ് നാളത്തേക്ക് വയ്ക്കാം, എനിക്ക് വേദന സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ്. അപ്പം പിന്നെ ഇവിടെ സാഗര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ സാഗര ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് ഡോക്ടർ പറഞ്ഞു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം, വേദന ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കും. സ്കാൻ ചെയ്യാനെല്ലാം എഴുതി കൊടുത്ത് പുറത്ത് പോയി സ്കാൻ ചെയ്ത്. അപ്പം സ്കാൻ റിപ്പോർട്ട് കിട്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് സർജറി വേണം, സർജറി ഇല്ലാതെ പറ്റത്തില്ല. അന്നേരം പിന്നെ 1 ലക്ഷം രൂപ വരെ വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം അത് ഡേറ്റും കൊടുത്ത് ഒക്ടോബർ മാസം 22-ാം തീയതി ഞാൻ അച്ഛനോടും എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുള്ള എല്ലാ കൂട്ടുകാരോടും പറഞ്ഞു. അവരെല്ലാം പ്രാർത്ഥിച്ച് ശക്തമായിട്ടുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു. പക്ഷേ 22-ാം തീയതി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുമ്പോൾ ഞാൻ നിത്യാരാധനയിൽ വിളിച്ചു പറഞ്ഞു. അവിടെ നിത്യാരാധനയിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ എല്ലാ സഹോദരങ്ങളും പ്രാർത്ഥിച്ചു. അതിന് എല്ലാവർക്കും ഈശോയ്ക്കും 1000 നന്ദി മാതാവിനും. പിന്നെ വേറെ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടി. ഞാൻ വിധവാ കൂട്ടായ്മയുടെ പ്രാർത്ഥനയ്ക്ക് കുർബാന സമയത്ത് ഞാൻ ഏറ്റവും അവസാനം പോയിരുന്നു കസേരയിൽ. അത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, പുറകിൽ പോയിരിക്കരുത്, ഇടയ്ക്ക് ഇടവുള്ളിടത്തിരിക്കണമെന്ന്. അതിന് അനുസരണക്കേട് കാണിച്ചത് അത് ഒരു വേദനയായിട്ട് എനിക്ക് തോന്നി. ഞാൻ അവിടെ ഇരുന്നപ്പോൾ കുർബാന സമയത്ത് അവസാനം പാടി പെട്ടെന്ന് ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ കസേരയുമായിട്ട് മലർന്നു വീണു. എല്ലാവരും ഓടി, ശബ്ദം കേട്ട് ഓടി വന്ന് എന്തെങ്കിലും സംഭവിച്ചോ എല്ലാവരും ഓടി ചോദിച്ചു. പക്ഷേ എന്നെ മാതാവ് താങ്ങി. എനിക്കൊന്നും പറ്റിയില്ല, തലയടിച്ച് വീണതാണ്. എൻ്റെ മാതാവ് എന്നെ താങ്ങി. അപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് ചിരിയും വന്ന് എന്നെ എല്ലാവരും വന്ന് തടയൊക്കെ തന്നു. എനിക്ക് മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഈശോയെ നന്ദി. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 13-ാമത്തെ വാക്യം പ്രകാരമാണ്, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. സഹനം നാം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ അതിൽ പൂർണ്ണമായി ആഴപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നീ അവസാനം വരെ എന്നോടൊപ്പം ആയിരിക്കുമോ എന്ന് പരീക്ഷിക്കാനായിട്ട് സർവശക്തനായ ദൈവം നമുക്ക് പരീക്ഷണങ്ങൾ ഒരുപാട് തരും. ആ പരീക്ഷണങ്ങളെ അതിജീവിക്കുമ്പോഴാണ് നാം ദൈവത്തോട് കൂറ് പുലർത്തുന്നത്. ഇതാണ് ഈ കുടുംബത്തിൽ സംഭവിച്ച കാര്യങ്ങൾ. അവസാനം വരെ പിടിച്ചു നിന്നപ്പോൾ ദൈവം അവിടെ ദൈവത്തിൻ്റെ കരങ്ങൾ പ്രകടമാക്കി. നമുക്കും ഈ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞു സ്തുതിക്കാം. യേശുവേ നന്ദി.